നമസ്കാരം ഡോക്ടർ. നമുക്ക് ഈ റെജുവിനേഷൻ സ്കിൻ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആയുർവേദത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്നത്? ആയുർവേദത്തിൽ അല്ലെങ്കിൽ ആയുർദേവയിൽ നമുക്ക് സ്കിൻ റെജുവിനേഷനായിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ ക്ലയൻറ്റിൻ്റെ ബോഡി ടൈപ്പ് അനുസരിച്ച് അല്ലെങ്കിൽ ഫേസ് ടൈപ്പ്, ഓയിലി സ്കിന്നാണോ അതുപോലെ ഡ്രൈ സ്കിന്നാണോ പിമ്പിൾ പ്രോൺ സ്കിന്നാണോ എന്ന് നമ്മൾ കൺസൾട്ടേഷനിലൂടെയും നമുക്കൊരു തറോ അനലൈസിസിലൂടെയും കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഒരു പേഴ്സണലൈസ്ഡ് അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. നമുക്ക് ബ്രൈഡ്സിനാണെങ്കിൽ ഇവിടെ പ്രീ ബ്രൈഡൽ പോളിഷിംഗ് ഉണ്ട്, അത് ഫുൾ ബോഡി ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ആണ്. നമുക്ക് ഒരു ഡീടാനിങ് ആയിട്ടും അതുപോലെ തന്നെ സ്കിന്നിനെ കുറച്ചും കൂടി ഹെൽത്തിയർ വേർഷനിലേക്ക് കൊണ്ടുപോകാനാണ് പ്രീ ബ്രൈഡൽ പോളിഷിംഗ് കൊടുക്കാറ്. അത് ഒരു 7 day പാക്കേജസ് തൊട്ട് 14 days വരെ നമുക്ക് അവൈലബിൾ ആണ്. അത് അത്രയും നാൾ എടുത്താൽ അതിനൊരു കണ്ടിന്യൂസ് എഫക്റ്റ് കിട്ടും. ഇതിനൊപ്പം തന്നെ അവരുടെ ന്യൂട്രീഷൻ അതുപോലെ ഡയറ്റ്, സ്ലീപ്പ് ഇതെല്ലാം നമ്മൾ പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ട് അവർക്കൊരു അൾട്ടിമേറ്റ് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മുടെ എയിം. അതുപോലെ തന്നെ നമുക്ക് ഫേസിൽ ആക്നെ, പിമ്പിൾ വന്നിട്ടുള്ള സ്കിന്നിനാണെങ്കിൽ അവരുടെ ഡയറ്റ്, അവരുടെ സ്പെഷ്യലായിട്ടുള്ള അവർക്കുള്ള മെഡിസിൻസ്, ഇൻറ്റേർണലി മെഡിസിൻസ്, ഡീടോക്സിഫിക്കേഷൻ ഉണ്ട്. അതിന് നമ്മൾ ആയുർവേദത്തിൽ വിരേചനം എന്നാണ് പറയുക. അപ്പോൾ വിരേചനം ചെയ്തതിന് ശേഷം അവരുടെ സ്കിന്നിനെ ക്ലെൻസ് ചെയ്തിട്ട് ഉള്ളിലേക്ക് മെഡിസിൻസ്, അതുപോലെ എക്സ്റ്റേണൽ തെറാപ്പി, അത് നമുക്ക് സെഷനായിട്ടാണ് കൊടുക്കുക. അപ്പോൾ അവർക്ക് ചിലപ്പം ഫേസ് ട്രീറ്റ്മെൻറ്റ്സ് മന്ത്ലി 2 or 3 വേണ്ടി വരും. അങ്ങനെയുള്ളവരെ നമുക്ക് കൺസൾട്ടേഷൻ ശേഷം അങ്ങനത്തെ മെഡിഫേഷ്യൽസ്, ആയുർവേദിക് ഹെർബൽ ഫേഷ്യൽസ് കൊടുത്ത് അവരുടെ ആ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാണ് ചെയ്യാറ്. ഇതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റനിങ് അല്ലെങ്കിൽ സ്കിൻ ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആയുർവേദയുടെ പ്രോഡക്റ്റ്സ് ഉണ്ട്, നൈറ്റ് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് ആണ്, ഹെർബൽ ഫേഷ്യൽസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ആയുർവേദ ഹെർബൽ ഹൈഡ്ര ഫേഷ്യൽ അവൈലബിൾ ആണ്. ഹൈഡ്ര ഫേഷ്യലിൻ്റെ എക്യുപ്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി തന്നെ നമ്മുടെ ആയുർവേദിക് മരുന്നുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും ആയുർവേദിക് ഹെർബൽ ഹൈഡ്ര ഫേഷ്യൽ ചെയ്യുന്നത്. അപ്പോൾ അതും സ്കിൻ ടൈപ്പ് അനുസരിച്ച് അവർക്ക് എന്താണോ വേണ്ടത്, അവരുടെ സ്കിൻ സെൻസിറ്റീവ് ആണെങ്കിൽ ഒരുപാട് നമ്മൾ സക്ഷനൊന്നും ഉപയോഗിക്കാതെ ആ സ്കിന്നിനനുസരിച്ചുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആയിരിക്കും കൊടുക്കുക. അതുപോലെ തന്നെ ഒരു വലിയൊരു വിഷയമാണ് നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് ടാൻ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ ഒരുപാടായിട്ടുള്ള കേസസ് വരാറുണ്ട്. അവർക്ക് നമ്മൾ ആ ഒരു ഡെലിവറി പാക്കേജിൻ്റെ ഒപ്പം തന്നെ ബോഡി പോളിഷിങ് കൂടെ കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അൺവാണ്ടഡ് പിഗ്മെൻറ്റേഷൻസും സ്ട്രെച്ച് മാർക്സ് അതുപോലെ ഒരു ടാനിങ് എല്ലാം മാറി നല്ല ഒരു ഗ്ലോ വരാറുണ്ട്. ഹെയറിന് വേണ്ടിയിട്ട് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഹെയർ കെയർ ഒരു സെഗ്മെൻറ്റ് തന്നെ ഉണ്ട്. നമുക്ക് ഒരുപാട് കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവാം, പ്രിമച്വർ ഗ്രേയിങ് അല്ലെങ്കിൽ എയർലി ഗ്രേയിങ് ഉണ്ടാവാം. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, നമ്മുടെ ക്ലോറിനേറ്റഡ് വാട്ടർ, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം, കെമിക്കൽസ് എല്ലാം നമ്മുടെ ഹെയറിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ്സ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അവരെ കറക്ഷൻ ചെയ്ത് കൊടുത്ത് ഉള്ളിലേക്കുള്ള സപ്ലിമെൻറ്റ്സും കറക്റ്റായി തന്നെ അവരുപയോഗിക്കുന്ന ഓയിൽ തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ റിവൈസ് ചെയ്തിട്ട് ഫുള്ളി ആ ഒരു പാക്കേജാണ് നമ്മൾ കൊടുക്കാറ്. എക്സ്റ്റേണലി നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, ഹെയർ ഫോളിന് വേണ്ടിയിട്ടുള്ള ഹെയർ പാക്സ് ഉണ്ട്, അതുപോലെ ഉള്ളിലേക്കുള്ള മരുന്നുകളും സപ്ലിമെൻറ്റ്സും നമ്മളിതിൽ ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും നമ്മൾ എങ്ങനെ കെയർ കൊടുക്കുന്നു അതുപോലെ ആയിരിക്കും അതിൻ്റെ ഗ്രോത്തും. അതുകൊണ്ട് തന്നെ സ്കിന്നിനെ നമ്മൾ അൾട്ടിമേറ്റ് ഒരു ന്യൂ ബോൺ ബേബീനെ നമ്മൾ എങ്ങനെ നോക്കുന്നു അതുപോലെ നോക്കേണ്ടി വരും. കാരണം ഡെയിലി നമ്മൾ ഡസ്റ്റ് അതുപോലെ സൺ എക്സ്പോസ്ഡ് ആണ് അല്ലേ. അപ്പം സണ്ണിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, സൺസ്ക്രീൻ പോലെയുള്ള പ്രൊട്ടക്ഷൻ ഉപയോഗിക്കണം. അതുപോലെ നമ്മൾ ഡെയിലി ഒരു റൂട്ടീൻ വേണം. നമ്മുടെ സ്കിന്നിനെ നോ യുവർ സ്കിൻ എന്നാണ് പറയുക. ഓയിലി സ്കിന്നാണെങ്കിൽ ഓയിൽ കൺട്രോളിലായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിന് ആയുർവേദ ഹെർബൽ പാക്സ് ഉണ്ട്, ആയുർവേദ ഹെർബൽ പ്രോഡക്റ്റ്സ് ഉണ്ട്, നമ്മുടെ ആയുർവേദയുടെ തന്നെ പ്രോഡക്റ്റ്സ് ഉണ്ട്. അതേപോലെ പിമ്പിൾ പ്രോൺ സ്കിന്നാണെങ്കിൽ നമ്മൾ പിമ്പിൾ വരാതിരിക്കാനുള്ള അല്ലെങ്കിൽ പിമ്പിളിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരുപാട് അഡ്വൈസസ് ഉണ്ട്. അതെല്ലാം ഫോളോ ചെയ്യുക. എസ്പെഷ്യലി ഓയിലി ഫുഡ്, ഒരുപാട് ഹാർഷായിട്ടുള്ള കെമിക്കൽ പ്രോഡക്റ്റ്സ്, ഫേസ് വാഷ് ആണെങ്കിലും സോപ്പാണെങ്കിലും പ്രോഡക്റ്റ്സ് ആണെങ്കിലും ഹൈലി സ്ട്രോങ് ആയിട്ടുള്ളതൊന്നും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, സ്റ്റേ ഹൈഡ്രേറ്റഡ്, നമ്മളെപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഭക്ഷണമാണെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക. ഒരുപാട് ഓയിലി ആയിട്ടുള്ളതും ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡെല്ലാം ഒഴിവാക്കുക, സ്പൈസി ഫുഡ് ഒഴിവാക്കുക. ഇതെല്ലാമാണ് പിമ്പിൾ പ്രോൺ അല്ലെങ്കിൽ ഓയിലി സ്കിന്നുകാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുറച്ച് ഡ്രൈ ഫുഡ് ഒഴിവാക്കി കുറച്ച് ഓയിലി
അല്ലെങ്കിൽ നെയ്യൊക്കെ കഴിച്ചാൽ നല്ലതായിരിക്കും. നെയ്യ് നമ്മുടെ സ്കിന്നിന് ബെസ്റ്റ് ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു നാച്ചുറൽ റെമഡിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് നമ്മുടെ ജീവിതശൈലിയിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിലും കൊണ്ടുവരികയാണെങ്കിൽ സ്കിന്നിനെ നമുക്കൊരു പരിധിവരെ നമ്മളുടെ കയ്യിലായിരിക്കും സ്കിന്നിൻ്റെ ആരോഗ്യം. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് പ്രോപ്പർ ഒരു 8 hours നമ്മൾ ഉറങ്ങണം. ഉറങ്ങിയാൽ മാത്രമാണ് നമ്മുടെ സ്കിൻ റെജുവിനേറ്റഡ് ആവുള്ളൂ. മൈൻഡ് ആൻഡ് സ്കിൻ ഗട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻ ഉള്ളതുകൊണ്ട് നമ്മളൊരു പ്രോപ്പർ മെയിൻ്റെനൻസ് ഓഫ് ലൈഫ് സ്റ്റൈൽ ഇതിനെല്ലാത്തിനും വേണം. ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. ക്ലയൻറ്റ്സ് തന്നെ വളരെ കൺഫ്യൂസ്ഡ് ആണ്, സ്കിന്നിന് ഏത് പ്രോഡക്റ്റ്സ് ഉപയോഗിക്കണം, അതുപോലെ ഹെയറിന് ഏത് പ്രോഡക്റ്റ്സ് ഉപയോഗിക്കണം. നമ്മളുടെ എല്ലാവരുടെയും ബോഡി ടൈപ്പ് യുണീക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നും അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിരിക്കും, യുണീക്ക് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ സ്കിന്നിനെ അറിഞ്ഞുകൊണ്ട് വേണം പ്രോഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. അപ്പം ഒരു ആയുർവേദിക് പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനാണെങ്കിൽ കൂടിയും ജനറലൈസ്ഡ് ആവാതെ ഒരു വിശദമായിട്ടുള്ള കൺസൾട്ടേഷന് ശേഷം നമ്മുടെ സ്കിന്നിന് എന്താണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഏത് ടൈപ്പാണെന്ന് അറിഞ്ഞതിന് ശേഷം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആയുർവേദത്തിൽ ഒരുപാട് കോസ്മെറ്റിക് റെലവൻസ് ഉള്ള എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മരുന്നിനെ കുറിച്ച് പറഞ്ഞിട്ട് വിശദമായി തന്നെ നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഓരോ കണ്ടീഷനാണ് കൊടുക്കുന്നത്. അപ്പം ഏതാണോ ബെസ്റ്റ് ഓരോ ക്ലയൻസിന് അല്ലെങ്കിൽ ഓരോ ബോഡി ടൈപ്പിന് അല്ലെങ്കിൽ സ്കിൻ ടൈപ്പിന് ഏതാണോ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത് അത് ചൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാനാണ് നമ്മൾ പറയുക. ആയുർവേദയുടെ പ്രോഡക്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ക്ലയൻസിന് കൊടുത്ത ബെസ്റ്റ് പ്രീമിയം പ്രോഡക്ട്സാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുക എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പിമ്പിൾ കെയർ പ്രോഡക്ട്സ് ഉണ്ട്, നാച്ചുറൽ ഗ്ലോ കൂട്ടാനുള്ള പ്രോഡക്ട്സ് ഉണ്ട്. നമ്മുടെ എല്ലാ മെഡിസിൻസും അല്ലെങ്കിൽ എല്ലാ പ്രോഡക്ട്സും 100% ഹെർബൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്നുള്ള റിസൾട്ടും അത്രയ്ക്കും സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്തതായിരിക്കും. നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ള ഒരു അറേ ഓഫ് കോസ്മെറ്റിക് പ്രോഡക്ട്സ് തന്നെ ആയുർവേദിക്കുണ്ട്. അതിലേറ്റവും പ്രീമിയമായിട്ട് നമുക്കൊരു നൈറ്റ് ഗ്ലോ സിറം ഉണ്ട്. നമ്മുടെ ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി കൂടിയുള്ള ഒരു സിറമാണ് നൈറ്റ് ഗ്ലോ സിറം. അത് ഗോഡ് മിൽക്ക് ബേസ്ഡ് ആൻഡ് ചന്ദന, മഞ്ചിഷ്ട എല്ലാം ഇൻഗ്രീഡിയൻസ് കൂടെ ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് കുറച്ച് നമുക്ക് സ്കിന്നിന് നാച്ചുറൽ ഗ്ലോവും അതുപോലെ തന്നെ ഒരു ആൻറ്റി ഏജിങ് എഫക്റ്റുമാണ് തരുന്നത്. പിന്നെ നമുക്ക് ആയുർവേദിക് സോപ്സ് ഉണ്ട്, ആയുർവേദിക് മെഡി ഫേസ് വാഷ് ഉണ്ട്, നമുക്ക് പിമ്പിളിന് വേണ്ടിയുള്ള ഫേസ് വാഷ് ഉണ്ട്, അതുപോലെ ഗ്ലോ കൂട്ടാനുള്ള ഫേസ് വാഷ് ഉണ്ട്. പിന്നെ ഹെയർ പ്രോഡക്ട്സ് ഉണ്ട്, നമുക്ക് ഹെയർ ഓയിൽ ഉണ്ട്, ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഷാംപൂസ്. പിന്നെ ഡാൻഡ്രഫാണ് ഇപ്പോൾ എല്ലാവരിലും കണ്ടുവരുന്ന ഒരു മേജർ പ്രോബ്ലം. അപ്പോൾ ഡാൻഡ്രഫിന് വേണ്ടിയിട്ടുള്ള ഓയിലും അതുപോലെ ഡാൻഡ്രഫിനെ പ്രതിരോധിക്കാനുള്ള ഷാംപൂ, ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ആയുർവേദയിൽ അവൈലബിൾ ആണ്. എല്ലാ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഒരു ഡോക്ടറുടെ സൂപ്പർവിഷനോട് കൂടി ഉപയോഗിക്കുമ്പോഴാണ് അതിനൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഒരു ഹോളിസ്റ്റിക് ഒരു എഫക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഹീലിംഗ് ആയിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് റിസൾട്ടായിരിക്കും ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും. ഓൾവേസ് കൺസൾട്ട് യുവർ ആയുർവേദിക് കൺസൾട്ടൻറ്റ് ആൻഡ് യൂസ് ഓൾ ദീസ് പ്രോഡക്ട്സ്. ആയുർവേദയിലാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കൺസൾട്ട് ചെയ്യാം. അതുപോലെ നമ്മുടെ പ്രോഡക്ട്സിനെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എത്ര നാൾ ഉപയോഗിക്കണം, എത്ര നാൾ ഉപയോഗിച്ചാലാണ് ബെസ്റ്റ് റിസൾട്ടിലേക്ക് എത്തുക, എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് നിങ്ങൾ വരുത്തേണ്ടത് എല്ലാം ഞങ്ങൾ വിശദമായിട്ട് കൺസൾട്ടേഷന് ശേഷം അഡ്വൈസ് ചെയ്യുന്നതാണ്.